അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെയ്പ്പത്തിൽ ചുടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നെയ്പ്പത്തിൽ ചുട്ടപ്പോൾ ആദ്യം ചുട്ടപ്പോൾ നല്ല കട്ടിയായി വന്ന് നെയ്പ്പത്തിൽ എന്താ പറയുക മുറിക്കാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ എല്ലാവർക്കും അറിയുന്നവരായിരിക്കോ, എന്നാൽ അറിയാത്തവർക്ക് അങ്ങനെ ഞാൻ ചുട്ടിട്ടാണ് നെയ്പ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പം ഞാൻ ചുട്ടപ്പോഴും എന്താ പറയുക ഇതിനൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 ടിപ്പ് പറഞ്ഞുതരാം എങ്ങനെയാണ് നെയ്പ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നെയ്പ്പത്തിൽ കുതിർക്കാൻ ചൂടുവെള്ളത്തിലാണ് കുതിർക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിൽ കുതിർക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ ഒരിക്കലും കുതിർക്കാൻ പാടില്ല. അപ്പം അരി നല്ലവണ്ണം വെന്ത് പോകും. അപ്പോൾ ഒരു ചോറിൻ്റെ ടെക്സ്ചറായിരിക്കും. അന്നേരം നെയ്പ്പത്തിന് എണ്ണ നല്ലവണ്ണം കുടിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് തിളച്ച വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ട്. അപ്പം അരി ഏകദേശം ചോറ് പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണ നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്, പക്ഷേ എണ്ണ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു കപ്പിൽ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് തേങ്ങയും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പിൽ നിന്ന് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 കപ്പോ 2 കപ്പോ എടുക്കാം. അപ്പം ഞാനിതാ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ ഞാനിതാ 4 കപ്പ് അരിയാണല്ലോ എടുത്ത്. അപ്പം 2 മീഡിയം സൈസിലുള്ള ഉള്ളിയോ അല്ലെങ്കിൽ 1.5 ഉള്ളിയോ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതാ കുറച്ച് ഉള്ളി ഇടുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ അരയാൻ പാടില്ല. കൂടുതൽ അരഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നെയ്പ്പത്തിലിൻ്റെ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രമാണ് ഞാൻ വലിയ ജീരകവും ചെറിയ ജീരകവും ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അരഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാത്രമാണ്. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ടും ഓരോ ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറഞ്ഞാൽ പിന്നെ നെയ്പ്പത്തിലിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ തന്നെ വലിയ ജീരകവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീരകം കൂടുതൽ അരഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം അരക്കാനത്തെ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇട്ടെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തരിതരികളോട് കൂടിയാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഞാനിതാ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒറോട്ടിപ്പൊടി ഉണ്ടാവില്ലേ, അപ്പോൾ വാങ്ങുന്ന ഒറോട്ടിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒറോട്ടിപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഈ സമയത്താണ് എനിക്ക് ഉപ്പിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് എടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്തെടുത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉരുട്ടാനും പരത്താനും കഴിയുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഉരുട്ടി പരത്തി എടുക്കാം. അപ്പം നമുക്ക് കുറച്ച് മാവെടുത്ത് ഇതുപോലെ ബോളാക്കിയെടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറ് ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ടിപ്പ് നമ്പർ 2 ആണ് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊന്തി വരാൻ താമസിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ചുട്ടെടുക്കാം.
പിന്നെ ടിപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം എണ്ണ ഒഴിച്ചിട്ട് വേണം, അതായത് ഇത് മുങ്ങി കിടക്കാൻ രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിലും നെയ്പ്പത്തിൽ നല്ലവണ്ണം പൊന്തി വരില്ല. പിന്നെ ഇതാ ഞാനൊരു ചെറിയൊരു ബോളാക്കി ഇട്ടെടുത്തിട്ടുണ്ട്, എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതന്നെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പരത്തിയത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം പൊന്തി വരും. അപ്പോൾ ഇതാ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ആ സൈഡ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതാ നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം പറഞ്ഞ ടിപ്പെല്ലാം എന്തായാലും ഫോളോ ചെയ്ത് ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ അരി പൊതിർത്തിയത് ഏതാണെന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങലരിയാണ് പൊതിർത്തിട്ടുണ്ടായത്. നമുക്കതിൻ്റെ കൂടെ വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയും കൂടെ ആഡ് ചെയ്യാം. ഞാനിത് ചോറ് വെക്കുന്ന അരി മാത്രമാണ് പൊതിർത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.